നിസാറിന് ഇഷ്ടമുള്ള ഒരാളുടെ സപ്തതി 70 എന്ന് പറഞ്ഞ സപ്തതി അല്ലേ പിന്നെ സപ്തം 7. ആ അപ്പൊ സപ്തതി ആരാണ്? ബാലചന്ദ്രമേനോൻ. ഓ ശരി, 70 വയസ്സായല്ലേ ബാലേന്ദ്രൻ? 70 വയസ്സായി, വിശ്വസിക്കാൻ പറ്റത്തില്ല. അതെ 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 അതെ. ബാലചന്ദ്ര മേനോന്റെ ആദ്യകാല സിനിമകളൊക്കെ തന്നെയും മറക്കാനാകാത്തതാണ്. എനിക്ക് ഓർമ്മയില്ലേ, ഏപ്രിൽ 18, ചിരിയോ ചിരി, ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഏപ്രിൽ 19 പിന്നീട് എടുത്തതാണ്. മാത്രമല്ല നിങ്ങൾ നോക്കണേ, നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടായി. ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വലിയ സൂപ്പർ സ്റ്റാറാ ബാലേന്ദ്രൻ. അതെ, കാര്യം നിസ്സാരം അങ്ങനെയൊക്കെയുള്ള സിനിമകൾ എടുത്ത്. സ്മൃതി പറഞ്ഞ ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടാണ്. ആദ്യമായി മലയാള സിനിമയിൽ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ബാലചന്ദ്ര മേനോൻ. അദ്ദേഹം പാട്ട് എഴുതുമായിരുന്നു, അദ്ദേഹം തിരക്കഥ, സംവിധാനം, ഗാനങ്ങൾ, പിന്നെ അതിന്റെ സംഗീതം ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ ആ നിലയിൽ ഉറുപ്പിന്റെ കണക്ക് പുസ്തകം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് സംഗീതം എല്ലാ കാര്യങ്ങളും ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഈ ഒരു പൈങ്കിളി കഥ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ശ്രീവിദ്യ, ബാലേന്ദ്ര മേനോനൊക്കെയാണ് പാട്ട് പാടിയിരിക്കുന്നത്. മൂപ്പര് തന്നെ സംഗീതം ചെയ്തിട്ട് അവരൊക്കെ തന്നെയാണ് പാട്ട് പാടിയിരിക്കുന്നത്. എന്നോട് ഗാന്ധിമതി ബാലൻ പറഞ്ഞൊരു കഥയുണ്ട്. അതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് പറയാം, വളരെ ചെറിയൊരു കാര്യമാണ്. ഈ ബാലേന്ദ്ര മേനോൻ അക്കാലത്ത് വലിയ തിരക്കുള്ള സംവിധായകനാണ്. അപ്പം ബാലേന്ദ്ര മേനോൻ്റെ ഒരു സിനിമ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അത് സൂപ്പർ ഹിറ്റായിരിക്കും. പിന്നെ ഈ പല സിനിമകൾക്കും ഈ ആളുകൾ മാറ്റ്നിക്ക് വന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ ഫസ്റ്റ് ഷോയ്ക്കൊക്കെ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന ഒരു സമയം. അന്ന് ഈ ബുക്കിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കല്യാണമാണ് ബാലേന്ദ്ര മേനോൻ്റെ. കല്യാണത്തിൻ്റെ സമയത്ത് 25,000 രൂപ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ബാലേന്ദ്രൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ കല്യാണത്തിന് എന്തായാലും കയറാമല്ലോ. അപ്പോൾ അങ്ങനെ മണ്ഡപത്തിൽ വെച്ച് ഈ 25,000 രൂപ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് എനിക്ക് അടുത്ത സിനിമ വേണം എന്ന് പറഞ്ഞിട്ടാണ് അത്രേ ഇറങ്ങിയത്. അപ്പോൾ അത്ര തിരക്കേറിയ ഒരു സംവിധായകനായിട്ട്. മാത്രമല്ല ആ സമയത്ത് കുടുംബ സദസ്സുകളെ തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരുന്ന ആളായിരുന്നു ബാലചന്ദ്ര മേനോൻ. നോക്കും, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സിനിമാ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മലയാള സിനിമ യഥാർത്ഥത്തിൽ നമ്മൾ പഴയ കാലത്ത് നമുക്ക് ഈ സ്വകാര്യ ടെലിവിഷൻ ചാനൽ വരുന്നതിന് മുമ്പ് നമുക്കൊരു സിനിമ ടി വിയിൽ കാണണമെങ്കിൽ അത് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ്. അതെ, ശനിയാഴ്ച വൈകിട്ട് വരുന്ന പ്രാദേശിക സിനിമ അത് ഓൾട്ടർനേറ്റീവായിട്ടാണ് വരിക. ഒരു 2 മാസത്തിന് ഒരിക്കലൊക്കെയാണ് മലയാള സിനിമ വരിക. ഈ സ്മൃതി ഇതൊക്കെ ഇങ്ങനെ പുതിയ കാര്യം പോലെ കേൾക്കാൻ പുതിയ തലമുറയിൽപ്പെട്ട അത് ഞാൻ നോട്ട് ചെയ്തു. അതിനേക്കാൾ കുറച്ചുകൂടെ കഴിഞ്ഞ തലമുറ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രികൾ ഉണ്ടായിരുന്നല്ലോ. അതായത് മലയാളം അടക്കമുള്ള ഒരുപാട് ഇൻഡസ്ട്രികൾ. എത്ര സിനിമ ഇൻഡസ്ട്രികൾ നിലനിന്നിട്ടുണ്ട്, എത്ര ഭാഷാ സിനിമ ഇൻഡസ്ട്രികൾ നിലനിന്നിട്ടുണ്ട്. മലയാളം നിലനിന്നതിൻ്റെ ഒരു കാരണം ബാലചന്ദ്ര മേനോൻ കൂടിയാണ്. ഞാൻ പറഞ്ഞ മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന 2 പില്ലേഴ്സ്. അത് മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ, അവർ നൽകിയിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ, കൊമേഴ്ഷ്യലായിട്ടുള്ള സിനിമകൾ, അതോടൊപ്പം തന്നെ ഈ ബാലചന്ദ്ര മേനോൻ അടക്കമുള്ളവരുടെ സംഭാവനയാണ് യഥാർത്ഥത്തിൽ തിയേറ്റർ ഇൻഡസ്ട്രിയെ കേരളത്തിൽ, മലയാള സിനിമ ഇൻഡസ്ട്രിയെ കേരളത്തിൽ നിലനിർത്തിയിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് ബാലചന്ദ്രമേനോന് 70 വയസ്സായാലും ആ തലയെ കെട്ടിയ ബാലചന്ദ്രമേനോനാണ് നമ്മുടെ മനസ്സിലുള്ളത്. പിന്നെ അദ്ദേഹം കേരളീയം പരിപാടിയിൽ സിനിമ പ്രദർശിപ്പിക്കണമെന്നൊക്കെ വലുതായി ആഗ്രഹിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഇപ്പൊ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന അവസ്ഥയാണ്, ഞാൻ കരയാത്തത് കൊണ്ടായിരിക്കും എനിക്ക് പാല് കിട്ടാത്തത്. കേരളീയത്തിൽ ബാലചന്ദ്രമേനോന്റെ ഒരു സിനിമ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, അത് പ്രതീകാത്മകമായെങ്കിലും ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. മാത്രമല്ല ബാലചന്ദ്ര മേനോൻ ഇടയ്ക്ക് സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നാണ്. അദ്ദേഹം ഔട്ടായതല്ല. ഇപ്പോൾ പല നടന്മാരെയും പോലെ അദ്ദേഹം ഔട്ടായതല്ല, അദ്ദേഹം വിട്ടുനിന്നാണ്. അദ്ദേഹത്തിനൊരു ശസ്ത്രക്രിയയൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം വിട്ടുനിന്നാണ്. അതെ, പിന്നെ നടൻ എന്നുള്ള നിലയ്ക്ക് എക്സൽ ചെയ്തു. പിന്നെ മറ്റു സംവിധായകരുടെ സിനിമകളിൽ ഇപ്പം സത്യനന്ദി കണ്ട കുടുംബപുരാണം എന്നുള്ള സിനിമയിലൊക്കെ എനിക്ക് നല്ല രസകരമായിട്ടുള്ള നല്ല ക്യാരക്ടറാണ് അത്. മാത്രമല്ല നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ നമുക്ക് വിട്ടുനിൽക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു കഴിവാണ്. അതെ അതെ അതെ, നിശ്ചയമായി. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക ഭയങ്കര, നിങ്ങൾ ഫുൾ വിസിബിലിറ്റിയിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വരുന്നത്, അതിനെക്കുറിച്ച് ഒരു പരാതിയില്ലാതെ വിട്ടുനിന്ന ഒരാൾ കൂടിയാണ് ബാലചന്ദ്ര മേനോൻ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബാലേന്ദ്രൻ അമ്പലപ്പുഴക്കാരനാണ്. പക്ഷേ ആ അമ്പലപ്പുഴക്കാരൻ സമാന്തരങ്ങൾ എന്ന സിനിമയിൽ 10 ഡിപ്പാർട്ട്മെന്റ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പറ്റുമോ? ശരിയാ. അല്ല, ഞാൻ പറഞ്ഞു നല്ല പ്രതിഭയാണ്, ഒരു സർക്കവുമില്ല കാര്യത്തിൽ. ആലപ്പുഴക്കാർ പൊതുവെ പ്രതിഭകളാണ്. അങ്ങനെയൊക്കെ അവസാനിപ്പിക്കാം അല്ലേ നികേഷ് സാർ? എന്നിട്ട് നമുക്ക് അജു വർഗീസിന്റെ ഒരു ജന്മദിന നമുക്ക് എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ ബാലേന്ദ്ര മേനോൻ അതിഥിയായി വരുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അതെ, ഹാപ്പി ബർത്ത്ഡേ ബാലചന്ദ്ര മേനോൻ. അതെ.